ഒരു പ്രണയം, അതിൻ്റെ പിന്നാലെ ഒരു കല്യാണം, അതിനുശേഷം ഒരു യാത്ര, അതിൻ്റെ ഇടയിൽ മറ്റൊരു പ്രണയം, പിന്നീട് ഒരുപാടധികം പ്രശ്നങ്ങൾ, പിന്നെ ഒരു കല്യാണം, അവസാനം കൊലപാതകങ്ങൾ. കേൾക്കുമ്പോൾ തന്നെ പ്രോസസ്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ സത്യമാണോ എന്ന് പോലും വിശ്വസിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു കഥയാണിത്. അപ്പോൾ കർണാടകയിലെ ആ ഒരു പ്രണയ വിവാഹ കഥയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. കർണാടകയിലെ ബെൽഗാവയിലായിരുന്നു ഹീന കൗസർ എന്ന് പറയുന്ന 19 വയസ്സുള്ള ഒരു പെൺകുട്ടി താമസിച്ചിരുന്നത്. അവിടെ അടുത്ത് തന്നെയായിരുന്നു 24 വയസ്സുള്ള തൗഫീഖ് അഹമ്മദ് എന്ന് പറയുന്ന ഒരു പയ്യനും താമസിച്ചിരുന്നത്. അങ്ങനെ ഇവരുടെ രണ്ടുപേരുടെയും കല്യാണം നടക്കുകയാണ്. ഇവരുടെ കല്യാണത്തിന്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ഇതൊരു വൺ സൈഡഡ് ലവ് ടേൺ ടു ബി എ മാരേജ് എന്ന് പറയാനായിട്ട് സാധിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൗഫീഖിന് ഈ ഒരു ഹീനയെ കാണുമ്പോൾ തുടങ്ങിയിട്ടൊരു സ്നേഹം ഉള്ളിലുണ്ടായിരുന്നു, ഒരു പ്രണയം ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഈ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ആ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാരെ കോണ്ടാക്ട് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള വിവാഹത്തിന് താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെ രണ്ട് ഫാമിലിയും സംസാരിക്കുകയാണ്. അങ്ങനെ രണ്ടുപേർക്കും ആ ഒരു അലയൻസിന് താല്പര്യം ഉണ്ടാവുകയാണ്. അങ്ങനെ ഇവരുടെ കല്യാണവും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഈ ഹീനയുടെ വീട്ടുകാർ പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെൺകുട്ടി ഇപ്പോൾ പഠിക്കുകയാണ്, പഠിച്ച് കഴിഞ്ഞിട്ടൊക്കെ കല്യാണം മതി എന്നുള്ളൊരു തരത്തിലാണ്. എന്നാൽ തൗഫീഖിൻ്റെ വീട്ടുകാർക്ക് കല്യാണം ഉടനെ നടത്താനായിരുന്നു താല്പര്യം. തൗഫീഖിനും അത് തന്നെയായിരുന്നു താല്പര്യം. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും പഠിക്കാലോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ്. അതുപോലെ തന്നെ ഹീനക്കും തൗഫീഖിനെയും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവരെല്ലാവരും സംസാരിച്ചു, കാര്യങ്ങൾ പറഞ്ഞുറപ്പിച്ചതുപോലെ തന്നെ കല്യാണം നടക്കുകയും ചെയ്തു. നല്ല ഗ്രാൻഡായിട്ട് തന്നെയായിരുന്നു ഇവരുടെ വിവാഹവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. തൗഫീഖിൻ്റെ കാര്യം പറയാൻ ആളൊരു പ്രൈവറ്റ് കമ്പനിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നു. ഫാമിലി ലൈഫൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് പോവുകയാണ്. ഇപ്പോൾ താൻ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. ഓൾറെഡി ആ ഒരു പെൺകുട്ടിയോട് ആൾക്ക് വല്ലാത്തൊരു പ്രണയം ഉണ്ടായിരുന്നു. എന്നാൽ വിവാഹത്തിന് ശേഷം ആ ഒരു പ്രണയം വീണ്ടും വീണ്ടും കൂടുകയാണ് ഉണ്ടായത്. അതായത് ഒന്നിനും നോ പറയാത്തൊരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങളെത്തി. ആ ഒരു പെൺകുട്ടി എന്ത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വാങ്ങിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ ആ ഒരു പെൺകുട്ടിയായിരുന്നു ആ ഒരു പയ്യൻ്റെ ലോകം എന്ന് പറയുന്നൊരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങൾ എത്തുകയാണ്. വിവാഹം കഴിയുന്ന സമയത്ത് ഹീന സാധാരണ ഒരു ഫോണൊക്കെ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. തൗഫീഖ് വിവാഹത്തിന് ശേഷം ഒരു 19,000 രൂപ വിലയുള്ള ഒരു ഫോണൊക്കെ ഗിഫ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹീനയുടെ ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് അത്യാവശ്യം നല്ല സ്ത്രീധനവും കാര്യങ്ങളൊക്കെ ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തൗഫീഖ് നോക്കുമ്പോൾ എല്ലാം നല്ല അടിപൊളിയാണ്. ഹീനയുടെ ഫാമിലിനെ കുറിച്ചും നാട്ടുകാർക്ക് നല്ല മതിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല ഫാമിലിയിൽ നിന്ന് താൻ ആഗ്രഹിച്ചതുപോലെ തന്നെ നല്ലൊരു പെൺകുട്ടിയെ കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലായിരുന്നു ആള്. അപ്പോൾ ആള് മുൻപൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. താൻ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ദർഗയിലൊക്കെ ഒന്ന് പോയിട്ട് എന്താ പറയുക, ഒന്ന് പ്രാർത്ഥിക്കണം എന്നുള്ളത്. അപ്പോൾ അതിനായിട്ടുള്ള കാര്യങ്ങൾ ആള് നോക്കുകയായിരുന്നു. അങ്ങനെ ദർഗയിലോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു ക്യാബ് അവർ ബുക്ക് ചെയ്യാണ്. ക്യാബിൻ്റെ ഡ്രൈവറുടെ പേര് യാസിൻ ബഗോഡ എന്നായിരുന്നു. അപ്പോൾ ഈ തൗഫീഖ്, ആളുടെ അച്ഛൻ, അമ്മ, അതുപോലെ തന്നെ വൈഫ് എല്ലാവരും കൂടെ ആ ഒരു ക്യാബിൽ ദർഗയിലേക്ക് യാത്ര തിരിക്കുകയാണ്. അവിടെ നിന്നാണ് പ്രശ്നങ്ങളുടെ ഒരു തുടക്കമെന്ന് പറയാനായിട്ട് സാധിക്കും. കാരണം ക്യാബ് ഡ്രൈവർ ആയിട്ടുള്ള യാസീൻ അത്യാവശ്യം കാണാൻ ലുക്കുള്ളൊരു പയ്യനായിരുന്നു. അതുപോലെ തന്നെ ഇത്തിരി സ്റ്റൈലിഷ് ആയിരുന്നു, യൂത്ത് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഹീനക്ക് ആ ഒരു പയ്യൻ്റെ അടുത്ത് ഒരു അട്രാക്ഷൻ തോന്നുകയാണ്. ആ ഒരു പയ്യനും ഹീനയുടെ അടുത്ത് ഒരു അട്രാക്ഷൻ തോന്നുകയാണ്. ആ ഒരു യാത്രയുടെ ഇടയിൽ മിററിലൂടെ ഇവർ കണ്ണുകൾ കൊണ്ട് പരസ്പരം സംസാരിക്കാനായിട്ട് തുടങ്ങുകയാണ്. തൻ്റെ സ്വന്തം ഹസ്ബൻഡും ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയൊക്കെ അടുത്തുണ്ട് എന്നുള്ളൊരു കാര്യം പോലും ആലോചിക്കാതെ ആയിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കിട്ടുമ്പോൾ യാസീനും ഹീനയും സംസാരിക്കാനായിട്ട് തുടങ്ങി. അതിൻ്റെ ഇടയിൽ അവർ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ദർഗയിൽ നിന്ന് ഈ ഒരു തൗഫീഖിൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലോട്ടായിരുന്നു ഇവർ പോയിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് ഈ ഒരു യാസീനും ഹീനയും കൂടുതൽ അടുക്കുന്നൊരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. പിന്നീടുള്ള കുറച്ച് ദിവസങ്ങളിൽ ഫോണിൽ സംസാരിച്ച് ഇവർ നല്ല രീതിയിൽ അടുക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ തൗഫീഖ് മറ്റൊരു കാര്യം തീരുമാനിക്കുകയാണ്. വീട്ടിൽ വലിയ പ്രൈവസിയും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ വൈഫും താനും അതുപോലെ തന്നെ തൻ്റെ ഫാമിലി ഉണ്ടല്ലോ. അപ്പോൾ പുതിയതായിട്ടൊരു ലൈഫ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ രണ്ടുപേരും മതി എന്നുള്ളൊരു ചിന്ത ആൾക്ക് ഉണ്ടാവുകയാണ്. അപ്പോൾ കുറച്ചുകൂടെയും കാര്യങ്ങളൊന്ന് കെമിസ്ട്രിയും കാര്യങ്ങളൊക്കെ ഒന്ന് വർക്കൗട്ട് ആവുമല്ലോ എന്നുള്ളൊരു ചിന്തയിൽ ആളുടെ വീട്ടിൽ നിന്ന് താമസം മാറുകയാണ്. അവരുടെ തന്നെ ഒരു ഫാം ഹൗസിലോട്ട് താമസം മാറുകയായിരുന്നു. ഇത് ഹീനക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ട് മാറുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫാം ഹൗസിലാണെന്നുണ്ടെങ്കിൽ തൻ്റെ അമ്മായപ്പനോ അമ്മയോ ആരും ഇല്ല. അവിടെ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല. ഈ തൗഫീഖ് ആണെന്നുണ്ടെങ്കിൽ ജോലിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഫ്രീ ആണ്. സോ മൂപ്പർക്ക് ഇഷ്ടമുള്ള പോലെ കാര്യങ്ങളൊക്കെ നടത്താം. അതുകൊണ്ട് തന്നെ
ഈ തൗഫീക്ക് ജോലിക്ക് പോയതിന് ശേഷം തൻ്റെ രണ്ടാമത്തെ കാമുകനെ വിളിച്ച് വീട്ടിലോട്ട് കയറ്റാനായിട്ട് ഹീന തുടങ്ങുകയാണ്. അവിടെ വെച്ച് അവർ നല്ല രീതിയിൽ അവരുടെ ടൈം എൻജോയ് ചെയ്യാനും തുടങ്ങി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീന ഒരു ഡബിൾ റോൾ കളിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഒരു സൈഡിൽ ഹസ്ബൻഡ്, അതുപോലെ തന്നെ ഒരു സൈഡിൽ കാമുകൻ. ആ ഒരു കാമുകനോടൊപ്പം ജീവിക്കാനായിരുന്നു അവർക്ക് കൂടുതൽ താല്പര്യം. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് യാസീൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, എനിക്കിവിടെ ജീവിച്ച് മടുത്തു, എങ്ങനെയെങ്കിലും നിൻ്റെ കൂടെ വന്നാൽ മതി. അതായത് എപ്പോഴും നിന്നായിട്ട് ഫോണിൽ സംസാരിക്കുമ്പോൾ നിൻ്റെ അടുത്തോട്ട് ഓടി വരാനായിട്ടുള്ളൊരു തോന്നലാണ് എനിക്കുള്ളത്. നീ എന്തെങ്കിലും എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുമോ, എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കുകയോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു ഹീന ചോദിക്കുകയാണ്. അപ്പോൾ യാസീനും പറഞ്ഞു, ടൈം ആകുമ്പോൾ ഞാൻ നിന്നെ കൊണ്ടുപോകാമെന്ന്. തൗഫീഖിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ആൾ അറിയുന്നുണ്ടായിരുന്നില്ല. ആൾ നല്ല ഹാപ്പി ആയിരുന്നു. അതായത് നല്ലൊരു ഭാര്യ, നല്ലൊരു ലൈഫ്. അപ്പോൾ ആൾ രാവിലെ ജോലിക്ക് പോകുന്നു, പീസായിട്ട് വൈകുന്നേരം വീട്ടിലോട്ട് വരുന്നു, കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായിട്ട് പോകുന്നു. അങ്ങനെ ഒരു ദിവസം രാവിലെ തൗഫീഖ് ജോലിക്ക് പോയതാണ്. അന്ന് വൈകുന്നേരം തിരിച്ചു വന്നപ്പോൾ ഹീനയെ അവിടെ കാണുന്നില്ല. ആളാ കൂടെ പാനിക്കായി. ആൾ പേടിച്ച് വീട് മുഴുവൻ തപ്പി നോക്കി, അവിടെ എവിടെയും കാണുന്നില്ല. ഫോണിൽ വിളിച്ച് നോക്കി, കിട്ടുന്നില്ല. ആകെപ്പടവല്ലാത്തൊരു സിറ്റുവേഷനിലായി. അങ്ങനെ ആളുടെ ഫാമിലി മെമ്പേഴ്സിനെ വിളിച്ചിങ്ങേറ്റ് കാര്യങ്ങൾ പറയുകയാണ്. അതുപോലെ തന്നെ വൈഫിൻ്റെ ഫാമിലിയെയും വിളിച്ചിങ്ങേറ്റ് കാര്യങ്ങൾ പറയുകയാണ്. അതുപോലെ തന്നെ മകളെ കാണാനില്ല എന്നുള്ളൊരു കാര്യം. അപ്പോൾ അതിനുശേഷം അവരിങ്ങനെ ആ ഒരു പെൺകുട്ടിയെ അന്വേഷിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഈ രണ്ട് ഫാമിലിയും തമ്മിലും ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. അപ്പോൾ ഹീന എങ്ങോട്ടാണ് പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹീനയും യാസീനും കൂടെ മഹാരാഷ്ട്രയിലെ മീരജ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയിട്ട് അവിടെ താമസിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഹീന തൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ വിളിച്ചിട്ട് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ്. അതായത് എനിക്കിങ്ങനെ യാസീൻ എന്ന് പറയുന്ന ഒരു പയ്യനാണ് ഇഷ്ടം, ഞാൻ ആ ഒരു പയ്യൻ്റെ കൂടെയാണ്, ആ പയ്യൻ്റെ കൂടെ താമസിക്കാനാണ് എനിക്ക് താല്പര്യം, എന്താണെന്നുണ്ടെങ്കിലും എനിക്കിനി തൗഫീഖിൻ്റെ കൂടെ ജീവിക്കാനായിട്ട് പറ്റില്ല എന്നുള്ള കാര്യം ആ ഒരു പെൺകുട്ടി തീർത്തു പറഞ്ഞു. അപ്പോൾ ഫാമിലി മെമ്പേഴ്സും ചിന്തിച്ചു, ഓക്കെ തങ്ങളുടെ മകളല്ലേ, കളയാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു പെൺകുട്ടിയോട് പറയാണ്, നീ എന്തായാലും നാട്ടിലോട്ട് വായോ, നാട്ടിൽ വന്നിട്ട് ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ ആ ഒരു പെൺകുട്ടിയും അതുപോലെ തന്നെ യാസീനും കൂടെയും നാട്ടിലോട്ട് വരികയാണ്. നാട്ടിലോട്ട് വന്നിട്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. കാരണവന്മാരൊക്കെ വന്നു. രണ്ട് ഫാമിലിയും തമ്മിലുള്ള ചർച്ചയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ആ ഒരു ചർച്ചയിൽ ഹീന തറപ്പിച്ച് പറഞ്ഞു, ഞാൻ എന്തൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിൽ യാസീൻ്റെ കൂടെ ജീവിക്കുള്ളൂ, എനിക്ക് തൗഫീഖിൻ്റെ കൂടെ ജീവിക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല എന്നുള്ളത്. അത് കേട്ട് തൗഫീഖ് ആകെപ്പാടെ തകർന്നു പോവാണ്. താൻ ആ ഒരു പെൺകുട്ടി അത്ര ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പെൺകുട്ടിക്കും തന്നെ ഇഷ്ടമാണെന്നുള്ളൊരു ചിന്തയിലാണ് വിവാഹവും കാര്യങ്ങളൊക്കെ കഴിച്ചത്. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എത്തിയല്ലോ എന്ന് ആളിങ്ങനെ നിൽക്കുകയായിരുന്നു. അതൊക്കെ ആലോചിച്ചിട്ട് വല്ലാത്തൊരു സിറ്റുവേഷനിൽ ആളിങ്ങനെ നിൽക്കുകയായിരുന്നു. തൗഫീഖിൻ്റെ ഫാമിലി മെമ്പേഴ്സും ആ ഒരു പെൺകുട്ടിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇവൻ പ്രണയിച്ചല്ല നിന്നെ കല്യാണം കഴിച്ചത്, നിനക്കും തിരിച്ച് ഇഷ്ടമുണ്ടായിട്ടല്ലേ, നീയും ഓക്കെ പറഞ്ഞിട്ടായിരുന്നല്ലോ ഈ ഒരു കല്യാണമൊക്കെ നടന്നത്, എന്നിട്ട് എന്താണ് ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഹീന പറഞ്ഞൊരു മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തൗഫീഖിൻ്റെ കൂടെ ജീവിക്കാനായിട്ട് സാധിക്കില്ല, എനിക്ക് ഒരാളുടെ കൂടെ ജീവിക്കാന്നുണ്ടെങ്കിൽ അത് യാസീൻ്റെ കൂടെ തന്നെ ആയിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളുണ്ട്, എന്നെ ഇങ്ങനെ നിർബന്ധിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ശവത്തിൻ്റെ മുകളിൽ കൂടെ അല്ലാതെ ആ ഒരു പരിപാടി നടക്കില്ല. അതായത് ഈ ഒരു ബന്ധം നടന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് യാസീനും താനും തമ്മിലുള്ള ബന്ധം നടന്നില്ല എന്നുണ്ടെങ്കിൽ താൻ ചത്ത് കളയുമെന്നുള്ള ഒരു രീതിയിലുള്ള ഒരു സംസാരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായത്. ഇത്രത്തോളം കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഈ ഒരു തൗഫീഖിൻ്റെ ഫാമിലി മെമ്പേഴ്സിനും മനസ്സിലായി, ഇനിയിപ്പോൾ കൂടുതൽ സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല, ഇനിയിപ്പോൾ ഈ ഒരു പെൺകുട്ടിനെ വീട്ടിലോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും വീണ്ടും പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. തങ്ങളുടെ മകൻ്റെ ലൈഫിൽ അത്ര വലിയ നല്ല കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുള്ള ഒരു എന്താ പറയുക, ആ ഒരു കാര്യം അവർക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും ഡിവോഴ്സ് ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലോട്ട് എത്തുകയാണ്. അങ്ങനെ ഡിവോഴ്സിൻ്റെ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഈ ഒരു തൗഫീഖിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾ ഒരു ഡിപ്രഷനിലോട്ട് പോകുന്നൊരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. എന്നാൽ ഹീനയുടെയും യാസീൻ്റെയും കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ അവരുടെ വിവാഹം കഴിഞ്ഞു. ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അവർ മഹാരാഷ്ട്രയിലോട്ട് തിരിച്ചു പോവുകയും ചെയ്തു. മഹാരാഷ്ട്രയിൽ അവർ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ജീവിക്കുകയായിരുന്നു. എന്നാൽ തൗഫീഖിൻ്റെ ഈ ഒരു ഗ്രാമത്തിലത്തെ ലൈഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പരമ കഷ്ടമായിരുന്നു. ആളുകൾ ഒരുമാതിരി വർത്താനം ഈ ഒരു പയ്യനെ കുറിച്ച് ഇങ്ങനെ പറയാനായിട്ട് തുടങ്ങുകയാണ്. ദർഗയിലോട്ട് പോകാനായിട്ട് ഒരു ക്യാബ് ബുക്ക് ചെയ്താണ്. ആ ക്യാബ് ഡ്രൈവർ അവൻ്റെ പെണ്ണിനെ അടിച്ചുകൊണ്ട് പോയി. അങ്ങനെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഈ ഒരു പയ്യനെ കുറിച്ച് ഗ്രാമത്തിൽ ഇങ്ങനെ സംസാരിക്കാനായിട്ടൊക്കെ തുടങ്ങി. ഇതാ ഒരു പയ്യനെ വല്ലാത്ത രീതിയിൽ ബാധിക്കുകയാണ്. അതായത് ഓൾറെഡി ഒരു സിറ്റുവേഷനിലായിരുന്നു. ഇത്തരത്തിലുള്ള സംസാരവും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ആ ഒരു ഗ്രാമത്തിലുള്ള ആളുകളുടെ വായിൽ നിന്ന് ഈ പയ്യൻ്റെ ചെവിയിലോട്ട് എത്തിയപ്പോൾ കടുത്തൊരു വിഷാദത്തിലോട്ട് ആ ഒരു പയ്യൻ വഴുതി വീഴുകയായിരുന്നു. ഇനി എനിക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം എന്നൊക്കെ ആലോചിച്ച് ആ ഒരു പയ്യൻ ദിവസങ്ങൾ ഇങ്ങനെ തള്ളി നിൽക്കുകയായിരുന്നു. അങ്ങനെ ഈ ഒരു ഹീനയും യാസീനും കൂടെ ഗ്രാമത്തിലോട്ട് തിരിച്ചു വരികയാണ്. ഗ്രാമത്തിലൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ആ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടായിരുന്നു അവർ വന്നത്. ആ ഒരു ഫംഗ്ഷനിൽ ഈ ഒരു തൗഫീഖും ഉണ്ടായിരുന്നു. അപ്പോൾ ഹീനയും ആളുടെ പുതിയ ഹസ്ബൻഡായിട്ടുള്ള യാസീനും കൈയൊക്കെ കോർത്ത് പിടിച്ച് ചിരിച്ച് കളിച്ചിങ്ങനെ വരുന്നത് കണ്ടപ്പോൾ തൗഫീഖ് ആകപ്പാടെ തകർന്നു പോവാണ്.
ആ ഒരു പയ്യൻ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷം ആളുടെ മനസ്സിൽ വേറൊരു രീതിയിലുള്ള ചിന്തയും ഒക്കെയാണ് വന്നത്. അതായത് വല്ലാത്ത രീതിയിലുള്ളൊരു പക വരികയാണ്. എൻ്റെ ജീവിതം ഇല്ലാതാക്കിയിട്ട്, അതായത് എൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് അവളുടെ ചെക്കന് ഇപ്പോൾ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണ്. അങ്ങനെ അവരെ വെച്ച് പൊറുപ്പിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു ചിന്ത ഈ പയ്യൻ്റെ ഉള്ളിൽ വരികയാണ്. ആ ഒരു സമയത്ത് തൗഫീഖിൻ്റെ ചിന്ത പോയിരുന്നത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താൻ വളരെയധികം ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചാണ്. എന്നിട്ട് 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേനും അവൾക്ക് ഇഷ്ടമായിരുന്നു. എന്നിട്ടാണ് കല്യാണം കഴിഞ്ഞത്. എന്നിട്ട് 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേനും വേറൊരു പയ്യൻ്റെ കൂടെ പോയി. എന്നിട്ട് അവൾ ചിരിച്ച് ജീവിക്കുക, ഞാനിങ്ങനെ കരഞ്ഞ് ജീവിക്കുക. ഞാനാണെന്നുണ്ടെങ്കിൽ ജോലിയും വിട്ട് ജീവിതവും ഇല്ല, നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു വിലയില്ല. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരെ ജീവിക്കാൻ ഇനി സമ്മതിക്കില്ല, ഇവരെ കൊന്നുകളയണം എന്നുള്ളൊരു ചിന്തയിലോട്ട് ആ ഒരു പയ്യൻ എത്തുകയാണ്. എന്നിട്ട് മിറാജിൽ എവിടെയാണ് ഇവരുള്ളത് എന്നുള്ളൊരു ലൊക്കേഷൻ, അതായത് മഹാരാഷ്ട്രയിൽ എവിടെയാണ് ഇവരുള്ളത് എന്നുള്ള ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഒരു പയ്യൻ ട്രേസ് ചെയ്യാണ്. അതിനുശേഷം ഇവരെ ഫോളോ ചെയ്യാനും തുടങ്ങി. പിന്നീട് കുറച്ച് ദിവസങ്ങളൊക്കെ കഷ്ടപ്പെട്ട് ഏകദേശം ഒരു 40,000 രൂപ ചിലവാക്കിയിട്ട് ആളൊരു നാടൻ തോക്ക് സംഘടിപ്പിക്കുകയും ചെയ്തു. ഇവർ രണ്ടുപേരെയും കൊല്ലണം എന്നുള്ളത് തന്നെയായിരുന്നു ആളുടെ ഉദ്ദേശം. ജാനുവരി 29 മോർണിംഗ് ആയിരുന്നു പക തീർക്കാനായിട്ട് ആള് തിരഞ്ഞെടുത്ത ദിവസവും സമയവും. അപ്പോൾ ആ ഒരു തോക്കും കൊണ്ട് നേരെ ഈ ഒരു തൗഫീഖ് ഇവരുടെ രണ്ടുപേരുടെയും വീട്ടിലോട്ട് കയറി ചെല്ലുകയായിരുന്നു. അപ്പോൾ വാതിൽ തുറന്ന് തൗഫീഖിനെ കണ്ടപ്പോൾ ഈ ഹീന ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, എന്താണ് കാര്യം എന്നൊക്കെ ചോദിച്ചിങ്ങനെ ക്ഷുഭിതയാവുന്നുണ്ടായിരുന്നു. എന്നാൽ തൗഫീഖ് ഒന്നും പറഞ്ഞില്ല. തൻ്റെ കയ്യിലിരുന്നിരുന്ന ഗണ്ണെടുത്തുകൊണ്ട് ഈ ഒരു സ്ത്രീയെ ഷൂട്ട് ചെയ്യായിരുന്നു. അപ്പോഴത്തേനും ഈ ഒരു യാസിനും കൂടെ ആകെപ്പാടെ പാനിക്കായി പേടിച്ചു. ആ ഒരു സമയത്ത് ആൾ വീണ്ടും ഒന്നും പറയാതെ യാസിനെയും ഷൂട്ട് ചെയ്തു. അപ്പോഴത്തേനും ആ ഒരു വീട്ടിൽ വേറെ 2 പേരുണ്ടായിരുന്നു. അതായത് ഹീനയുടെ പാരൻസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരിങ്ങനെ ഓടി വരികയാണ് ഉണ്ടായത്. ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു കത്തി ഉപയോഗിച്ചുകൊണ്ട് അവരെയും പരിക്കേൽപ്പിച്ചിട്ട് ഈ ഒരു പയ്യൻ അവിടെ നിന്ന് കടന്നു കളയുകയായിരുന്നു. ഈ ഒച്ചയും ബഹളമൊക്കെ കേട്ടുകൊണ്ട് അയൽവാസികളെല്ലാവരും ഓടിക്കൂടി. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ വെടികൊണ്ട് മരിച്ചു കിടക്കുന്ന കാഴ്ച അവർ കണ്ടുടനെ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. അതുപോലെ തന്നെ എന്താ പറയുക, പരിക്കേറ്റവരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. പോലീസുകാർ വന്ന് ഈ ഒരു ബോഡിയും കാര്യങ്ങളൊക്കെ ഓട്ടോപ്സിക്കായിട്ട് റിക്കവർ ചെയ്തിട്ട് ഹോസ്പിറ്റലിലോട്ട് അയക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ തുടങ്ങി. എന്നാൽ ഇതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ തൗഫീഖ് പോലീസ് സ്റ്റേഷനിലോട്ട് എത്തിയിട്ട് കീഴടങ്ങുകയായിരുന്നു. കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കേസിൽ സംഭവിച്ചത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ റദീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. Stay safe.